എല്ലാ കൂട്ടുകാർക്കും റിഷ്മി ലോക്സിന്റെ പുതിയതിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഫ്രോക്സിലെ സീറ്റ വേരിയന്റാണ്. ഷോറൂമിൽ നിന്ന് വെലോസിറ്റി കിറ്റിന്റെ ആക്സസറീസ് ചെയ്തിരിക്കുന്ന സീറ്റ വേരിയന്റാണ്. ഈ വേരിയന്റ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രോക്സിന്റെ സീറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എടുക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോപ്പിൻ്റെ അതേ ലുക്ക് തന്നെ വരുന്നതാണ് ഈ സീറ്റ വരുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകൾ കാണുന്നത് ഹൈ ബീം ലോ ബീമിനകത്ത് തന്നെ കാണാം. വേറെ ഫോഗ് ലൈറ്റ് കാണുന്നത് തന്നെ വരുന്നില്ല. നമുക്ക് 3 ജുവൽ ടൈപ്പിലുള്ള LED DRLs കാണാം. അത് ഇൻഡിക്കേറ്റർ സൈഡ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഗ്രില്ല് ഞങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ക്രോം ഇൻസേർട്ടിനകത്ത് റെഡ് ഇൻസേർട്ട് ഇത് വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 190 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. വശങ്ങളിലേക്ക് കൊണ്ടുപോയി നമുക്ക് 16 ഇഞ്ച് ബ്ലാക്ക് കളറിലുള്ള അലോയ്സ് ആണുള്ളത്. 195, 60 ആ 16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റർ സെൻസർ ചെയ്തിട്ട് മിറേഴ്സിൻ്റെ അവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഇത് വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൻ്റെ ലുക്ക്. വശങ്ങളിൽ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോണത് കാണാം. ഈ ഒരു റെഡ് ഇൻസേർട്ട് കാര്യങ്ങളെല്ലാം വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കീഴ് സെൻറ്റർ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കട്ട് ഗ്ലാസ്സുകളാണിത്. റൂഫ് റേസിംഗ് കാണാം. അവർ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. സൺ റൂഫ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഒരു വേണ്ടിലും മാനുവൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേണ്ടികളും ബാക്കിൻ്റെ നിരക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ ഉണ്ട്. നടുക്കായിട്ട് ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ വാഷർ ഡിഫോക്കറുടെ ഗ്ലാസ്സുകളാണ്. ഫ്രോൺസിൻ്റെ ഒരു ബാജിങ് കാണാം. വേറെ മറ്റ് വേരിയൻറ്റിൻ്റെ ബാജിങ് ആണെന്നും തന്നെ വരുന്നില്ല. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാജിങ് കാണാം. ഈ വേരിയൻറ്റിൽ കണക്റ്റഡ് ടെയിലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, താഴത്തെ പോർഷൻസ് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേണ്ടിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണ്. വേറെ ബൂട്ട് ലൈറ്റ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽ തന്നെയാണുള്ളത്. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻറ്റർ അങ്ങനെ തന്നെ വരുന്നില്ല. കീല സെൻറ്റർ വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാർട്ടിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. ഈ ഒരു പോർഷൻ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഇത് വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ നമുക്ക് ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് ആയിട്ടുള്ള സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോർഡിലോളസ് ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടുവന്നാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സീറ്റ് കവർ ഇത് വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് മാനുവൽ വേണ്ടിയാണ്. 3 പലത് കാണാം. ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ള കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വശത്തേക്ക് വന്നാൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. ഈ അകത്ത് ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൻ്റെ ടോപ്പിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫിനിഷ് തരുന്ന ഇൻറ്റീരിയർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുപോയാൽ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഫ്ലാബോർഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. അതൊരു അപ്ഡേറ്റ് നോർമൽ സ്റ്റിയറിംഗ് ആണ്. വശത്ത് ബേസിക് കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസ് കാണാം. ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും തന്നെ വരുന്നില്ല. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ആയിട്ട് കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ആവുന്നത്. സ്പീഡോമീറ്റർ, ആർപിമീറ്റർ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. നടക്കുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് അത്യാവശ്യം ഉണ്ട്. എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫെറി ഡിസ്റ്റൻസ്, ടെംപ്റ്റി എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. ബാറ്ററി സെൻറ്ററിലേക്ക് കൊണ്ടുവന്നാൽ മാരുതിയുടെ എല്ലാ അനങ്ങളും കാണുന്ന സ്മാർട്ട് പ്ലേ പ്രോ 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാപ്പിലെ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അത്യാവശ്യം ക്ലാരിറ്റിയിൽ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡൻസിൻ്റെ റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. വേറെ അടുത്ത ഫീച്ചേഴ്സ് എന്താണ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴത്ത് കൊണ്ടുവന്നാൽ ഹസലായിട്ടിന് ബട്ടൺ കൊടുത്ത് ഇവിടെ പീസ് ഫോക്സ് കാർബൺ ഫിനിഷ് ഇത് വെലോസിറ്റി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് ഓട്ടോമാറ്റിക് ലാൻഡ് കൺട്രോൾ യൂണിറ്റ്. നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. USB കൺട്രോൾ ഓപ്ഷൻ വേണ്ടിയിട്ട് വയർലെസ് ചാർജിങ് പാഡ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മാനുവൽ ഗിയറിലൊരു കാണാം. സെൻറ്റർ ആമസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോറി സീറ്റുകളാണ്. സീറ്റ് പറ്റി ഹാറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വെനില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോർ റൈസർ സർവീസസ് വിത്ത് മിറർ ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. ടോപ്പ് എൻഡിൽ മാത്രമാണ്. സെൻറ്റർ IR VMs മാനുവൽ ഡിമ്മിങ്ങൾ IR VMs ആണ്. റീഡിങ് ലൈറ്റുകൾ ഹാവജനായിട്ട് കൊടുത്തിരിക്കുന്നു.
ഡ്രൈവർ സർവീസ് സമയത്ത് ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചർ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്റീരിയർ. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരാൻ തുറക്കുന്ന ഡോറിലാണ്. ടോപ്പാണെല്ലാം ഡോറിൻ്റെ കളർ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് ആയിട്ടുള്ള സോഫ്റ്റ് ടച്ച് ആണ്. പവറിൻ്റെ കളർ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം സെറ്റ് സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓടസ്. ബാക്കിലേക്ക് AC വെൻസ് ഈ വെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. ബാക്കിലേക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ആംറസ്റ്റ് അങ്ങനെ തന്നെ വരുന്നില്ല. ഇപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവർ തന്നെ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് ഞാൻ എത്ര തന്നെ പറ്റും. ഫ്രോംസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ബേസ് ചെയ്ത് തൊട്ട് ഡെൽറ്റ വേരിയൻ്റ് വരെ 2 എയർ ബാഗാണ് സ്റ്റാൻഡായിട്ട് വരുന്നത്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡർ അങ്ങനത്തെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ ഗിയർ ബോക്സിലേക്ക് കൊണ്ടുപോയി നമുക്ക് 1.2 ലിറ്റർ ഡെൽറ്റയിലും ഓട്ടോമാറ്റിക്കും മാനുവൽ അവൈലബിൾ ആണ്. 1 ലിറ്റർ ടർബോയിൽ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഫ്രോംസിൽ നിങ്ങൾക്ക് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ നോക്കുന്ന ആളാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.